ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി ഈ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഫോഴ്സുകളെല്ലാം വെച്ച് നമ്മൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ടേബിളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണോ കാണാൻ പറഞ്ഞത്, ക്വസ്റ്റ്യനിൽ കുറേ കാര്യങ്ങൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ആ ക്വാണ്ടിറ്റികളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഡാറ്റാസാണ് ഇപ്പോൾ നമ്മൾ നേരെ ശരിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇൻപുട്ട് ഡാറ്റാസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എന്താണോ കാണാൻ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ ആ ഡാറ്റാസ് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ നമുക്ക് അറിയണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാൽക്കുലേഷൻസ് കൂടി നമ്മൾ ഈ ചെയ്യുകയാണ് ഇപ്പോൾ കിട്ടിയ ഡാറ്റ വെച്ചിട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, സിഗ്മ വി. ഓക്കെ, ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ഫസ്റ്റ്. അപ്പോൾ അതെങ്ങനെ കാണാം, നമുക്ക് ടേബിളിലുണ്ട് എല്ലാ ഫോഴ്സുകളും നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇൻ കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സസ് ഇൻ കിലോ ന്യൂട്ടൺ ചെയ്തിട്ടുണ്ട്. അതിൽ വെർട്ടിക്കൽ ഫോഴ്സ് ഒരിടത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ സിഗ്മ വി കാണാൻ എന്ത് ചെയ്യണം, ഈ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ മൊത്തം സം എടുക്കുക. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈന്, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അത് സൈന് ശ്രദ്ധിക്കാണ്ട് വെറുതെ ആഡ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, സിഗ്മ വി എടുക്കുമ്പോൾ പ്ലസും മൈനസും സൈന് കൊടുത്ത് തന്നെ ചെയ്യണം. അതിനാണ് നമ്മൾ ആ സൈന് കൺസിഡറേഷൻ അവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ സിഗ്മ വി കാണണം. അതുപോലെ തന്നെ നമുക്ക് കാണേണ്ടത് സിഗ്മ മൊമെൻറ്റും. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് കാണുമ്പോഴും അവിടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഓക്കെ, സിഗ്മ വി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ സിഗ്മ മൊമെൻറ്റ് കാണുമ്പോൾ വെർട്ടിക്കൽ കാരണമുള്ള മൊമെൻറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഹൊറിസോണ്ടലുള്ള മൊമെൻറ്റും ഉണ്ടാവും. രണ്ടും കാണണം. ഓക്കെ, വെർട്ടിക്കൽ സിഗ്മ കാണുക, അതുപോലെ മൊമെൻറ്റും കാണുക സിഗ്മ സൈൻ എടുത്തിട്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് സിഗ്മ വിയും സിഗ്മ എമ്മും കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് റിസൾട്ടൻറ്റ് ഫ്രം ദ ടോ ആണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഫ്രം ദ ടോ ഈസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ എം ഡിവൈഡ് ബൈ സിഗ്മ വി. ദാറ്റ് ഈസ് സമേഷൻ ഓഫ് മൊമെൻറ്റ്, ടോട്ടൽ മൊമെൻറ്റ് സം കൺസിഡറിങ് ദ സൈൻ. ഓക്കെ, ഡിവൈഡ് ബൈ ടോട്ടൽ സമേഷൻ ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സസ്. അത് നമുക്ക് ചെയ്താൽ എന്ത് കിട്ടി, 18.52 മീറ്ററിന് കിട്ടി. നമുക്ക് കിട്ടിയത് 18.52 മീറ്റേഴ്സ് ആണെന്ത്. കാരണം നമ്മൾ ഈ മൊമെൻറ്റ് എടുക്കുന്നത് ടോയിലേക്ക് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ ടോയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കാര്യം. ഇപ്പോൾ നമ്മൾ മൊമെൻറ്റ് അബൌട്ട് ഹീൽ എടുത്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവും, ഹീലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആവും കിട്ടുന്നുണ്ടാവുക റിസൾട്ടൻറ്റ് പാസ് ചെയ്യുന്ന പോയിന്റിലേക്ക്. ഓക്കെ, അപ്പോൾ അത് ഈ പറയുന്ന കാര്യം മനസ്സിലാവണമെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ തിയറി പോർഷൻസിലെ നമ്മൾ റിസൾട്ടൻറ്റ് പാസ് ചെയ്യുന്ന പോയിന്റ്, അതുപോലെ എന്താ പറയുക ഇന്നർ മിഡിൽ തേർഡ്, ഔട്ടർ മിഡിൽ തേർഡ് എന്നൊക്കെ പറഞ്ഞ കുറേ പോയിന്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. V/3 V/6 ഒക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ഓർമ്മയിൽ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 18.52 മീറ്ററാണ് എന്ത് കിട്ടിയത്, റിസൾട്ടൻറ്റ് പാസ് ചെയ്യുന്ന പോയിന്റ് എവിടെ നിന്ന്, ടോയിൽ നിന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഫിഗർ ഒന്ന് നോക്കി എല്ലാവരും ശ്രദ്ധിച്ച്. നമ്മൾ ജസ്റ്റ് ഒരു ട്രയാങ്കുലർ ഷേപ്പ് കാണിച്ചിട്ടുള്ളൂ, നമ്മൾ കംപ്ലീറ്റ് ഡയഗ്രം വരച്ചിട്ടില്ല. എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ഫിഗർ കാണിച്ചതാണത് കേട്ടോ. പ്രാക്ടിക്കൽ പ്രൊഫൈൽ അല്ലാതെ കാണിച്ചിരിക്കുന്നത്. അതായത് ബേസ് വിഡ്ത്ത് നമുക്ക് 24 മീറ്ററാണ്. ഓക്കെ, ബോട്ടം വിഡ്ത്ത് ഈസ് 24 മീറ്റർ. ദെൻ നമ്മൾ B/2 എന്ന് പറയുന്നത് എത്രയാവും, അപ്പോൾ 12 മീറ്ററാണ്. ബോട്ടം വിഡ്ത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് 12 മീറ്റർ ആയിരിക്കും. ഇനി അവിടെ നമ്മൾ അതിൻ്റെ നേരെ മുകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രോസ് മാർക്കിംഗ് കാണാം, ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ ഇതുപോലെ ഒരു ഫിഗർ വരച്ചിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായത് നമ്മൾ ഡെറിവേഷൻസ് ഒക്കെ ചെയ്ത സമയത്ത്. ആ പോയിന്റിൽ ആണ് എന്ത് ചെയ്യുന്നത്, അതായത് സെൻട്രോയിഡ് വരുന്ന ആ ഒരു പോയിന്റ്. ഓക്കെ, ആ പോയിന്റിലാണ് നമ്മൾ ഹൊറിസോണ്ടലി വരുന്ന വാട്ടർ പ്രഷറും വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന നമ്മുടെ വെയിറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മുടെ റിസൾട്ടൻറ്റ് 6 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഴയ വീഡിയോസോ നോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫിഗർ ഓർത്ത് വെക്കുക. സോ അങ്ങനെ ആക്ച്വലി നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് പാസ് ചെയ്യേണ്ട പോയിന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഇൻറ്റു മാർക്ക് ചെയ്തിട്ടുള്ള B/2 എന്നുള്ള 12 കാണിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് കിട്ടിയത് നമ്മൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് ഇവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ കിട്ടിയത് 18.52 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ സെൻട്രോയിഡ് അല്ലെങ്കിൽ B/2 ഡിസ്റ്റൻസ് എവിടെയാണ് ഉള്ളത്, അതിൽ നിന്നും റിസൾട്ടൻറ്റ് പാസ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിലേക്കുള്ള സ്പേസ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, B/2 നിന്ന് എക്സിൻ്റെ ആ ഡിഫറൻസ് കാണുന്നത്. B/2 നിന്ന് നമുക്ക് കിട്ടിയ 18.52 മൈനസ് ചെയ്തിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തിയറി പോർഷൻസ് പറഞ്ഞ വീഡിയോയിലുണ്ട് ഇതിൻ്റെ സ്റ്റെപ്സ്. ആ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സിഗ്മ എം ഡിവൈഡ് ബൈ സിഗ്മ വി ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, X ബാർ എന്ന് പറയുന്ന നമ്മുടെ പിന്നെ റിസൾട്ടൻ്റ് ആക്കുന്ന പോയിന്റ് കിട്ടി. ഇനി നമ്മൾ കാണുന്നത് എക്സെൻട്രിസിറ്റി സ്മോൾ ലെറ്റർ E ആണ്. എക്സെൻട്രിസിറ്റി ഈസ് ഒബ്റ്റെയിൻഡ് ആസ് എന്താണ് നമ്മൾ ഇക്വേഷൻ, E ഈസ് ഈക്വൽ ടു B/2 മൈനസ് X ബാർ അല്ലേ.
അപ്പോൾ നമുക്ക് 24/2 മൈനസ് 18.52 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇനിയുള്ള ഡൗട്ട് ഇതാണ്, എന്താണ് ഈ 24/2 എന്ന് പറയുമ്പോൾ 12 മൈനസ് 18/52 എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് അല്ലേ, നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഇതേ ഡൗട്ട് വേറൊരിടത്തും വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ സിഗ്മ എം ബൈ സിഗ്മ വി ചെയ്യുന്ന സമയത്ത് സിഗ്മ എം നമുക്ക് കിട്ടും നെഗറ്റീവ് മൊമെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. സിഗ്മ എം എന്നുള്ളൊരു ഇത് കിട്ടുന്നത് നെഗറ്റീവ് മൊമെൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നെഗറ്റീവ് മൊമെൻറ്റ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ആവുന്നത്, കാരണം ഇവിടെ ഇത് സേഫ് അല്ല നമ്മുടെ സ്ട്രക്ചർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവർ തന്ന ഡാറ്റയിലൊരു പ്രശ്നം കൊണ്ടാണ് ആക്ച്വലി അങ്ങനെ വരുന്നത്. ക്വസ്റ്റ്യനിൽ അത് ഇട്ട ആളുടെ ഒരു ഇതുകൊണ്ട് ക്വസ്റ്റ്യനിൽ ഡാറ്റ മിസ്മാച്ചിങ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് വന്നിട്ടില്ല. ആ സ്ലോപ്പിൻ്റെ പ്രശ്നം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മളെ കാൽക്കുലേഷൻസിലൊക്കെ ആ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്തത് കറക്റ്റാണ്, പക്ഷേ ഇട്ട ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഈ സ്ട്രക്ചർ സേഫ് അല്ല, നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ സിഗ്മ എം നമുക്ക് നെഗറ്റീവ് വരും എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്ത ഏതിനാണ്, സ്ട്രക്ചറിന് സ്റ്റേബിൾ ആക്കാത്ത മൊമെൻറ്റിനാണ്. ഇനി അത് അങ്ങനെ ചിന്തിക്കേണ്ട. എന്തായാലും നമുക്ക് അവിടെ നിങ്ങൾ ഈ എടുക്കുന്ന പോയിന്റിൽ ഡിസ്റ്റൻസ് ഓഫ് റിസൾട്ടൻറ്റ് ഫ്രം ദ ടോ എന്ന് പറഞ്ഞിട്ട് സിഗ്മ എം ബൈ സിഗ്മ വി കാണാണ്ട്. ഡിസ്റ്റൻസ് ഓഫ് റിസൾട്ടൻറ്റ് ഫ്രം ദ ടോ ഈസ് സിഗ്മ എം ബൈ സിഗ്മ വി. അവിടെ നമ്മൾ ആക്ച്വലി മൊമെൻറ്റിൻ്റെ സൈൻ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് 18.52 എന്ന് വരുന്നുണ്ടാവും ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് 18.52 എന്നായിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ടോയിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് കാണുമ്പോൾ, പക്ഷേ ടോൻ്റെ ടുവേർഡ്സ് അല്ല നമ്മൾ റിസൾട്ടൻറ്റ് നിൽക്കുന്നത്, നമ്മൾ റിസൾട്ടൻറ്റ് ഹീലിൻ്റെ ടുവേർഡ്സാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കും ആ നെഗറ്റീവ് സൈൻ അവിടെ വരുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളൊരു മിസ്റ്റേക്കിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം സിഗ്മ വി, ദാറ്റ് ഈസ് വെർട്ടിക്കൽ മൂവ്മെൻറ്റിൻ്റെ വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ സമേഷൻ കാണുന്നു. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സസ് സം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ സം ചെയ്യേണ്ടി വരും, നമ്മളുടെ W1 W2 W3 പോസിറ്റീവ് വാല്യൂസ് വരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ U1 U2 ഉണ്ട് നെഗറ്റീവ് വാല്യൂസ് ആയിട്ട് വരുന്ന വാല്യൂസ്. അപ്പോൾ അത് എല്ലാം കൂടി സം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ സിഗ്മ മൊമെൻറ്റ് കണ്ടു. ദെൻ അവരുടെ റേഷ്യോ സിഗ്മ എം ബൈ സിഗ്മ വി എടുത്തപ്പോൾ അത് നമ്മൾ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ സൈൻ എടുക്കാണ്ട് നമ്മളവിടെ എന്ത് ചെയ്തു, മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടാണ് ചെയ്തത്. സിഗ്മ മൊമെൻറ്റ് ബൈ സിഗ്മ വി ചെയ്തപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്മ മൊമെൻറ്റും മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സും ചെയ്തു. അപ്പോൾ നമുക്ക് 18.52 കിട്ടി. അത് നമുക്ക് എവിടെയാണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B/2 മൈനസ് ദിസ് എക്സ് ബാർ ആണ്. അപ്പോൾ ഇവിടെ 24/2 ആണ് എന്ത് B/2 എന്ന് പറയുമ്പോൾ വരിക മൈനസ് 18.52. സോ അവിടെ ആക്ച്വലി നമുക്ക് മൈനസ് 6.52 ആണ് വരുന്നുണ്ടാവുക. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് എക്സെൻട്രിസിറ്റി ടുവേർഡ്സ് ടോ ആണ് നമ്മൾ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ടുവേർഡ്സ് ദ ടോ ആണ് നമ്മളുടെ കാൽക്കുലേഷൻസ് ഒക്കെ പോകുന്നത്. സോ ടുവേർഡ്സ് ദ ടോയിൽ വരുന്ന എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് ആവുക മീൻസ് ദാറ്റ് ഈസ് ടുവേർഡ്സ് ടു ദ ഹീൽ. ഓക്കെ, അതായത് ടോയിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സെൻട്രിസിറ്റി, അതായത് ടുവേർഡ്സ് ദ ടോ ഒരു എക്സെൻട്രിസിറ്റി കണ്ടപ്പോൾ നമുക്ക് നെഗറ്റീവ് വരുന്നതിന് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീലിന് ടുവേർഡ്സ് ആണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. നമുക്കറിയാം ഈ ഒരു തന്ന ഫിഗറിലെ അപ്സ്ട്രീം സൈഡിലെ ബോട്ടം കോർണർ പോയിൻറ്റ്. ഓക്കെ, അപ്സ്ട്രീം സൈഡിലെ ബോട്ടത്തിലുള്ള ആ കോർണർ പോയിൻ്റാണ് ഹീല്, ഡൗൺ സ്ട്രീം സൈഡിലെ ബോട്ടത്തിലുള്ള കോർണർ പോയിൻ്റാണ് നമ്മുടെ ടോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് 18.52 മീറ്ററാണ് എന്ത് വിത്ത് റെസ്പെക്ട് ടു ടോയിൽ നിന്ന് 18.52 ആണ് എന്ത് നമുക്ക് ഈ ഒരു റിസൾട്ടൻ്റെ പാസ് ചെയ്യുന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി നമ്മൾ സെൻറ്റർ ആയിട്ട് വരുന്നത് ഏതാണ്, B/2 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ 12 നിന്നും ടോയിലേക്ക് ഉള്ള എക്സെൻട്രിസിറ്റി എല്ലാം നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ കിട്ടുന്ന എക്സെൻട്രിസിറ്റി എവിടേക്കാണ് ഡിസ്റ്റൻസ്, ടുവേർഡ്സ് ദ ഹീലാണ് അല്ലേ. അതായത് സെൻട്രൽ നിന്ന് B/2 നിന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ഹീലിലേക്കാണ് എന്ത് 6.52 മീറ്റർ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സൈൻ ഇടാം. പക്ഷേ അതിന് നെഗറ്റീവ് സൈൻ ഇടുന്ന എപ്പോഴാണ്, ടോയിലേക്കുള്ള ക്വാണ്ടിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി അത് എങ്ങോട്ടേക്കാണ്, ഹീലിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഇവിടെ വരുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡാവേണ്ട. നമുക്കൊരു കാര്യം ചെയ്താൽ മതി, നേരെ ഈയുടെ വാല്യൂ മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് നെഗറ്റീവ് സൈൻ വരുന്നുണ്ടെങ്കിലും ആ നെഗറ്റീവ് സൈനിനെ അവിടെ എടുക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാൽക്കുലേഷനിലേക്ക് പ്രൊസീഡ് ചെയ്താൽ മതി ഈ ഒരു സ്റ്റെപ്പിൽ. ഓക്കെ, സംഗതി ഇത്ര ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 12 നമുക്ക് ആക്ച്വലി വരേണ്ടത്, പക്ഷെ നമുക്ക് വന്നത് 18.52 അപ്പോൾ ആ ഒരു ഡിഫറൻസിനെ ആ രീതിയിലാണ് എന്ത് എക്സെൻട്രിസിറ്റി വരുന്നത്. സോ ആ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 6.52 എങ്ങോട്ടേക്കാണ്, സെൻട്രൽ നിന്നും ടുവേർഡ്സ് ദ ഹീലാണ്, നമ്മൾ അപ്സ്ട്രീം സൈഡിൽ വരുന്ന ബോട്ടം കോർണർ പോയിൻ്റ് ആയിട്ടുള്ള ഹീലിലേക്കാണ് ഈ 6.52 മീറ്റർ ഡിസ്റ്റൻസ്. അല്ലാണ്ട് ഡൗൺ സ്ട്രീം സൈഡിൽ വരുന്ന ടോയിലേക്കല്ല 6.52 മീറ്റർ ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് ആ നെഗറ്റീവ് സൈനിലുള്ള ചാൻസ് അവിടെ വരുന്നത്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി, നെഗറ്റീവ് ഒന്നും ഇടണ്ട കേട്ടോ. സോ എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ 6.52 മീറ്ററാണ് എക്സെൻട്രിസിറ്റി കിട്ടിയത്, ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ ഹീൽ. ഓക്കെ, ദെൻ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോട്ടിലുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ദെൻ നമ്മൾ ഇക്വേഷനിലേക്ക് പോവാണ്. നമുക്കറിയാം വെർട്ടിക്കൽ സ്ട്രെസ്സാണ് നമുക്ക് കാണേണ്ടത് അല്ലേ.
യു ഹാവ് ടു കമ്പ്യൂട്ട് ദ വെർട്ടിക്കൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ അതിലുണ്ട്. പി എൻ ഈസ് ഈക്വൽ ടു സിഗ്മ വി ഡിവൈഡ് ബൈ ബി ദെൻ ഇൻറ്റു ബ്രാക്കറ്റിൽ 1 ± 6E ഡിവൈഡഡ് ബൈ ബി ഉണ്ട് അല്ലേ. സോ ഇവിടെ സിഗ്മ വി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബി നമുക്കറിയാം, ഇയും അറിയാം അല്ലേ, 6.52 എന്നറിയാം. അപ്പോൾ നമ്മൾ കാണണം എന്ത് മാക്സിമം വെർട്ടിക്കൽ സ്ട്രെസ്, അതായത് പി മാക്സ് ഒക്കെ അറ്റ് ടോ, അതായത് മാക്സിമം സ്ട്രെസ് ഉണ്ടാകുന്നത് ടോയിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നുണ്ടാവും. ടോയിൽ ഉണ്ടാകുന്ന മാക്സിമം വാല്യൂ എന്ന് പറയാൻ അതിൻ്റെ കാരണം നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ അറിയാം, സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 ± പ്ലസ് വരുമ്പോഴാണ് ടോയിലുള്ള സ്ട്രെസ് വരുന്നത്, നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് വരുമ്പോഴാണ് ഹീലിലുള്ള വരുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ വി ഇൻറ്റു ബി ബൈ 1 + 6E ബൈ ബി, അതാണ് പി എൻ അറ്റ് ടോ വരുന്നത്. സോ അതിൽ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിഗ്മ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 1 + 6 × 6.52 ബൈ ബി 24 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി 2163.107 kN/m² അറ്റ് ദ ടോ അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ടോയിൽ വരുന്ന സ്ട്രെസ്സ്, അതായത് ടോയിൽ വരുന്ന വെർട്ടിക്കൽ സ്ട്രെസ് പി എന്ന് കിട്ടി. അതുപോലെ തന്നെ മിനിമം വരുന്ന വാല്യൂ കിട്ടുന്നത് എവിടെയായിരിക്കും, നമ്മുടെ ഹീലിലായിരിക്കും. ആ വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, -518.157 kN/m² അറ്റ് ഹീലിന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ച കാര്യമാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് അറ്റ് ടോ. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ്. പ്രിൻസിപ്പൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സിഗ്മ ഈസ് ഈക്വൽ ടു Pn sec² φ - P tan² φ, where phi is the angle made by the sloping side of the dam face with the vertical. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്നത് ടോ റീജിയണിൽ വരുന്ന സ്ട്രെസ്സസും അതുപോലെ ടോ റീജിയണിൽ വരുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ് സ്ട്രെയിന് ടോ റീജിയണിൽ വരുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ് അതുപോലെ ഷിയർ സ്ട്രെസ് ഇതെല്ലാം കമ്പ്യൂട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ, അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ ഫൈ എന്ന് പറയുന്നില്ല, തീറ്റ ഫൈ ഏതോ ആവാം, ആംഗിളിനെ ഡിനോട്ട് ചെയ്യാനുള്ള ഏത് സിമ്പിളും ആവാം. അത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, ഇറ്റ് ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ കറസ്പോണ്ടിങ് സൈഡ് ഓഫ് ദ ഡാം ഓർ കറസ്പോണ്ടിങ് ഫേസ്. അതായത് അപ് സ്ട്രീമിലാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നതാണ് എന്ത്, ഹീല്. ഡൗൺ സ്ട്രീമിലുള്ളൊരു പോയിൻ്റായിട്ട് വരുമ്പോഴാണ് ടോ. ഓക്കെ, അപ്പോൾ ഏത് ടോയിലാണോ ഹീലിലാണോ ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു റീജിയണിൽ വരുന്ന ഡാമിൻ്റെ ഫേസ്, അത് നമ്മളെ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്, ഈ ഇക്വേഷനിലെ ഫൈ എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ഡൗൺ സ്ട്രീം സൈഡിൽ ടോയിൽ വരുമ്പോൾ ഫൈക്ക് എപ്പോഴും വാല്യൂ ഉണ്ടാകും, കാരണം ഡൗൺ സ്ട്രീം സൈഡിൽ എപ്പോഴും എല്ലാ ഡാംസിനും നമുക്ക് ഇംഗ്ലണ്ട് ഫേസാണ് കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ ഹീലിൻ്റെ കേസിൽ അല്ലെങ്കിൽ അപ്സ്ട്രീം ഫേസിൻ്റെ കേസിൽ ചില ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഡേയിൽ ഒക്കെ ഡിസ്കസ് ചെയ്ത നമ്മുടെ എന്താ പറയുക ഡയഗ്രാം കാണിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്റ്റെപ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, നമ്മുടെ സ്റ്റെബിലിറ്റി അനാലിസിൻ്റെ സ്റ്റെപ്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്. അപ്പോൾ അതിൽ ഒരു ലാസ്റ്റ് ഒരു ഡയഗ്രാം നമ്മൾ കാണിച്ചിരുന്നു. ഒരു ഡാമിന് പിന്നെ നമ്മുടെ അപ്സ്ട്രീം സൈഡിലെ വെർട്ടിക്കൽ അല്ലാണ്ട് ഒരു പകുതി പോർഷൻ അല്ലെങ്കിൽ 1/3 പോർഷൻ ഒക്കെ ഇംഗ്ലണ്ടായിട്ട് വരുന്ന രീതിയിൽ തന്നു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള കേസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അപ്സ്ട്രീം സൈഡിൽ ഈ ഒരു 5 വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇഫ് ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദ ഡാം ഫേസ് ഈസ് പ്യൂർലി വെർട്ടിക്കൽ ദെൻ ദ ആംഗിൾ വിൽ ബി 0. കാരണം എന്താണ്, ഈ ഡാമിൻ്റെ ഫേസും വെർട്ടിക്കൽ ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഈ പറഞ്ഞ ഇക്വേഷനിൽ കൊടുക്കുന്ന ആംഗിൾ. അപ്പോൾ ഡാമിൻ്റെ ഒരു ഫേസ് പെർട്ടിക്കുലർ റീജിയണിൽ പ്യൂർലി വെർട്ടിക്കൽ ആണെന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആംഗിൾ ഇല്ല, ഇറ്റ് ഈസ് 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ടോ റീജിയനിലാണ് കാണാൻ പറഞ്ഞത്, അവിടെ നമുക്ക് ആംഗിൾ ഉണ്ട്. കാരണം എപ്പോഴും ഡൗൺ സ്ട്രീം സൈഡിൽ ഇംഗ്ലണ്ട് ആയിട്ടാണ് ഡാമിൻ്റെ ഫേസ് വരിക, അത് വെർട്ടിക്കലോട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഉണ്ടാവും അവിടെ. ഓക്കെ, ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ കൂടെ തന്നെ ഹീലിലുള്ള സ്ട്രെസ്സും കാണാൻ, പ്രിൻസിപ്പൽ സ്ട്രെസ്സും കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഹീലിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കി അറിയാം നമുക്ക് എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ ഹീൽ റീജിയൺ എന്താ പറയുന്നത് നോക്കി, ഹീൽ റീജിയണിൽ ആംഗിൾ ഇല്ല. കാരണം എന്താണ്, നമ്മളെ അപ്സ്ട്രീം സൈഡ് പ്യൂർലി വെർട്ടിക്കലാണ്. പ്യൂർലി വെർട്ടിക്കൽ ആകുമ്പോൾ അവിടെ ആംഗിൾ വരുന്നില്ല, സോ ആംഗിൾ ഇസ് 0. പക്ഷെ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ എന്ത് വരും, അവിടെയും ഇൻക്ലിനേഷൻ വരും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആംഗിളും കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, Pn sec² φ - P tan² φ. പി എന്നെ നമുക്കറിയാം ടോ റീജിയനിലാണ് നമ്മളിത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും ടോ റീജിയനെ അവൻ ചോദിച്ച് വരിക, ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. ദെൻ സ്മോൾ പി എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ ടെയിൽ വാട്ടർ പ്രഷറിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി വരുന്നുണ്ടല്ലോ, നമ്മൾ ആ ഒരു വാല്യൂ ആണ് കേട്ടോ. 63.765 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ നമുക്ക് കാണാം.
നമ്മളെ ടെയിൽ വാട്ടറിൻ്റെ ആ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 63.765 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിതിന് പി ഡാഷ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം പക്ഷേ നമ്മൾ ജനറലി ഈ പ്രിൻസിപ്പൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ പി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടെയിൽ വാട്ടറിൻ്റെ പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയതും ആ 63.765 എന്നുള്ളത് പിക്ക് കൊടുത്തതും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ടെയിൽ വാട്ടർ ഇല്ല എന്ന് വിചാരിക്കാം. ടെയിൽ വാട്ടർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ ഈ സ്മോൾ പി വിൽ ബി 0. ഓക്കെ, സോ പി എന്നും പിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. പക്ഷേ നമുക്ക് ഫൈ കാണണം. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. നമുക്ക് തന്നിട്ടുണ്ട് ഒരു സ്ലോപ്പ് എത്രയാണ് 0.7 ഹൊറിസോണ്ടൽ ടു 0.1 വെർട്ടിക്കലാണ് ക്വസ്റ്റ്യനിൽ തന്ന ആ ഒരു സ്ലോപ്പ്. അപ്പോൾ അതിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. നമുക്ക് അവിടെ ആംഗിൾ ഫൈ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടാൻ ഫൈ എന്ത് വരും 0.7/0.1 അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ടാൻ ഫൈ ഈസ് ഈക്വൽ ടു 0.7/0.1. ദെൻ നമ്മളെ കയ്യിൽ ട്രിഗ്നോമെട്രിക് റിലേഷൻ ഉണ്ട്. എന്താണ് സീക്ക് സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു 1 + ടാൻ സ്ക്വയർ ഫൈ അല്ലേ. സീക്ക് സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു 1 + ടാൻ സ്ക്വയർ ഫൈ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 1 + 0.7/1 0.7/0.1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 50. അതെന്തിന് സീക്ക് സ്ക്വയർ ഫൈക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ അവർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു 2163.107 × 50 മൈനസ് 63.765 × 49 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി 10,530 അല്ലേ. സോറി 530 അല്ല 1,05,030 ആണ് വന്നത് അല്ലേ. വലിയൊരു വാല്യൂ വന്നത് 1,05,030.865 കിട്ടിയത് നമ്മൾ ആ ഒരു ഡാമിൻ്റെ ടോ റീജിയനിൽ വരുന്ന നമ്മുടെ ഏത് പ്രിൻസിപ്പൽ സ്ട്രെസ്സ്. പക്ഷേ ആക്ച്വലി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു എന്ത് ഒരു 2,500 എന്ന് പറഞ്ഞൊരു സ്ട്രെസ് ഒരു ലിമിറ്റിംഗ് വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതാ അലോവബിൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഈസ് 2,500 kN/m². അതായത് മാക്സിമം നമ്മുടെ ഈ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു ഡാമിൽ അത് ടോ ആയിക്കോട്ടെ ഹീലായിക്കോട്ടെ ഏത് റീജിയൻ ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ ഒരു ഡാമിൽ ഈ ഒരു കോൺക്രീറ്റിൽ മാക്സിമം അലോവബിൾ സ്ട്രെസ് ആയിട്ട് ലിമിറ്റ് ഡിസൈനർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് 2,500 kN/m² ആണ്. പക്ഷേ നമുക്കിവിടെ എന്ത് സംഭവിച്ചു ടോയിൽ ചെക്ക് ചെയ്തപ്പോൾ ടോയിലായിരിക്കും നമുക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ടോ റീജിയൻ ചെക്ക് ചെയ്തപ്പോൾ 1,05,000 സംതിങ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ആണ്. പക്ഷേ അപ്പോഴും എന്താണ് സംഭവം മാക്സിമം 2,500 ഇവിടെ പറ്റുള്ളൂ. അതിനേക്കാളും എത്രയോ വലിയൊരു സ്ട്രെസ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്, പ്രിൻസിപ്പൽ സ്ട്രെസ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് സേഫ് അല്ല. ഓക്കെ, സോ ഹിയർ ദ സ്ട്രെസ് ഡെവലപ്ഡ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ മാക്സിമം അലോവബിൾ സ്ട്രെസ്, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ഓക്കെ, സേഫ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തത്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മൾ ചെയ്ത പ്രൊസീജിയർ കറക്റ്റാണ്. പക്ഷേ തന്ന ഡാറ്റാസിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ ആ ഒരു ആംഗിൾ തന്ന കാര്യത്തിൽ നമ്മൾ സ്ലോപ്പ് തന്നുകൊടുത്ത് ക്വസ്റ്റ്യൻ ഇട്ട ഒരു പോർഷനിൽ ചെറിയൊരു മിസ്മാച്ച് വന്നിട്ടുണ്ട് എന്തോ ഒരു വാല്യൂസിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡാറ്റ തമ്മിൽ മാച്ച് ആവാത്ത രീതിയിൽ വന്നാലും ഗിവൺ ഡാറ്റാസ് മാത്രം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ സോൾവ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത് സേഫാണെന്ന് കിട്ടിയ സേഫാണെന്ന് എഴുതാം, സേഫ് അല്ലെങ്കിൽ സേഫ് അല്ല എന്ന് എഴുതുക. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത പ്രൊസീജിയർ കറക്റ്റായിരിക്കും ബേസ്ഡ് ഓൺ ദ ഡാറ്റാസ് പ്രൊവൈഡഡ്. നമുക്ക് തന്ന ഡാറ്റൻ്റെ ബേസിസിൽ അത് കറക്റ്റാണ് കേട്ടോ, ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് വിഡ്ത്ത് അവർ തന്നതാണ്, ഹൈറ്റ് അവർ തന്നതാണ്. അപ്പോൾ അതെല്ലാം അവർ തന്ന ഡാറ്റ യൂസ് ചെയ്തിട്ട് സ്ലോപ്പ് കാണാൻ വേണ്ടി മാത്രം അവർ തന്ന സ്ലോപ്പ് നമ്മൾ യൂസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ ഫൈനലി ദ ഇൻറ്റൻസിറ്റി ഓഫ് ഷിയർ സ്ട്രെസ് ടോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ഷിയർ സ്ട്രെസ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ നിയർ ദ ടോ, അതാണ് നമ്മുടെ ക്വസ്റ്റിനിൽ കാണാൻ പറയുന്നത്. ടോ ഈസ് ഈക്വൽ ടു Pn ഫോർ ടോ മൈനസ് പി ഇൻറ്റു ഹോൾ ഇൻറ്റു ടാൻ ഫൈ അല്ലേ. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു Pn ഫോർ ടോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2163.107 കൊടുത്തു മൈനസ് പി എത്ര 63.765 കൊടുത്തു ഇൻറ്റു ടാൻ ഫൈയുടെ വാല്യൂ നമുക്കറിയാം അല്ലേ. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു 0.7/0.1 കിട്ടിയിരുന്നു, ദാറ്റ് ഈസ് 7. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞ ലാസ്റ്റ് വാല്യൂ കിട്ടി 14695.39 kN/m² ആണ് എന്ത് നമ്മുടെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി. എവിടെയാണ് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ നിയർ ദ ടോ എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഷിയർ സ്ട്രെസ് ഈസ് ദിസ് മച്ച്. ഓക്കെ, ഇത്രയാണ് നമ്മളോട് ക്വസ്റ്റിനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഓർമ്മയിൽ വേണം. അതുപോലെ മൊമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ സൈൻ എങ്ങനെ എടുക്കുകയെന്ന് അറിയണം, ഫോഴ്സിൻ്റെ കാൽക്കുലേഷൻ അറിയണം, സൈൻ അറിയണം. പിന്നെ സ്റ്റെപ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ
ടൈൽ വാട്ടർ ഉണ്ടോ ഇല്ലേ നോക്കണം. അതുപോലെ ഡാം ബോഡിയിൽ വല്ല കട്ട് ഓഫ് പോലുള്ള എന്തെങ്കിലും സംഗതി കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വല്ല ഡ്രെയിനേജ് ഗാലറി പോലുള്ള എന്തെങ്കിലും ഉണ്ടോ ശ്രദ്ധിക്കണം. അതുപോലെ പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാമിൽ ടൈൽ വാട്ടറിൻ്റെ പ്രസൻസും അതുപോലെ തന്നെ നമ്മുടെ ഗാലറീസിൻ്റെ പ്രൊവിഷനും ഉണ്ടോയെന്നുള്ള ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമുക്കിവിടെ വരുന്നത് പിന്നെ ഡാമിൻ്റെ അപ്സ്ട്രീം സൈഡ് പ്യുവർലി വേർട്ടിക്കലാണോ അതോ അവിടെ ഇൻക്ലിനേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യണം. അതനുസരിച്ച് നമ്മളെ കാൽക്കുലേഷൻസിലുള്ള മാറ്റങ്ങൾ നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്ന ഈ ഒരു സ്റ്റെബിലിറ്റി അനാലിസിസിൽ. ദെൻ ഓക്കെ, താങ്ക് യു.